നിങ്ങൾ ചക്കരപ്പഴം കഴിച്ചിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടന്നാലോ? അതിനായിട്ട് ആദ്യം 2 ചക്കര എടുത്ത് വെള്ളത്തിലിട്ടിട്ട് ശർക്കരപ്പാനി ആക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അതങ്ങ് സൈഡിൽ കിടന്ന് അങ്ങനെ പാനിയാവട്ടെ. എന്നിട്ട് നമുക്കൊരു പഴം എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. പിന്നെ ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നെയ്യ് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കണേ. എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ച പഴം എടുത്ത് തട്ടി കൊടുക്കാം. പഴം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വാട്ടിയെടുക്കാം കേട്ടോ. നല്ലപോലെ വാട്ടിയെടുക്കണേ. കരിയിച്ച് വെക്കരുത്. ചെറിയ ബ്രൗണിഷ് കളർ ആവുന്നത് വരെ വാട്ടിയെടുക്കാം. ഈ പഴം വാട്ടിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചക്കരപ്പാനി നോക്കാൻ മറക്കല്ലേ. അത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോ, ഇല്ലെങ്കിൽ അവിടെ എവിടെയും കട്ടൻ പിടിച്ചിരിക്കോ കരിഞ്ഞു പോവോ ചെയ്യട്ടോ. പഴം തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് ഞാൻ നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ട് ഞാൻ എടുക്കുന്നുള്ളേ. അപ്പോൾ നമ്മൾ പഴം അവിടെ കിടന്ന് വാടട്ടെ. ഏതാണ്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാനിനൊന്ന് ഒളിഞ്ഞു നോക്കാൻ പോയിട്ടുണ്ടായി. നമ്മളെ പാനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിരുന്നു ഈ പഴം വാട്ടുന്നതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഏതാണ്ട് പാനി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ റെഡിയാക്കിയെടുത്ത പാനിയിൽ നിന്നും നമുക്ക് പകുതി പഴത്തേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ശ്രദ്ധിക്കുക, പാനിൻ്റെ പകുതി മാത്രമേ പഴത്തേക്ക് ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. പകുതി ഒഴിച്ച് കൊടുത്തിട്ട് അത് പഴത്തിലേക്ക് നന്നായിട്ട് ആ ചൂടോടെ തന്നെ മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഫ്ലെയിം ഓഫ് ആക്കണ്ടേ. ഫ്ലെയിം ഓഫ് ആക്കാതെ വെച്ച് തന്നെ പഴത്തിലേക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ ചെയ്തതിന് ശേഷം പഴം ഞാൻ കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുപ്പത്ത് വെച്ചുകൊണ്ട് തന്നെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്നും ഓഫ് ആക്കണമെന്നില്ല. അതിലേക്ക് കുറച്ച് അവിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങളെ കയ്യിൽ മറ്റേ മട്ട അവിലാണ് ഉള്ളതെങ്കിൽ അതും നല്ലതായിരിക്കും, അതും യൂസ് ആക്കാം. എനിക്ക് ആ അവിൽ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വെള്ള അവിൽ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ശർക്കര, നമ്മൾ നേരത്തെ മാറ്റി വെച്ച ശർക്കരപ്പാനില്ല ബാക്കി വെച്ചത്, അതെടുത്ത് അവിലേക്ക് മിക്സാക്കിയിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം കേട്ടോ. ചൂട്ടടുപ്പത്ത് വെച്ചിട്ട് തന്നെ ഞാൻ അവിൽ ഇട്ടത് കുറഞ്ഞു പോയതുകൊണ്ട് കുറച്ചും കൂടി അവിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവലുമ്പോൾ നന്നായി ശർക്കരപ്പാനി പിടിച്ചതിന് ശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ച പഴം കൂടിയിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഇത് കഴിക്കാനില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം ചായ ഒന്നും കുടിക്കണമെന്നില്ലേ, നല്ല രുചിയാണ് ഇങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടേ. ഈ സ്നാക്കിന് ഞാൻ തന്നെയാണ് കേട്ടോ ചക്കരപ്പഴം എന്ന് പേരിട്ടത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഇഷ്ടപ്പെടും. എന്തായാലും ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആക്കുക. കൂടെ നമ്മളെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഞാൻ എന്തായാലും ലൈക്ക് കൊടുത്തിട്ടുണ്ട്.